Okay. So coming to module 2. Okay. So module 2 actually it deals with the BJT amplifiers. So first of all, what is an amplifier? What is an amplifier? What is an amplifier? പറഞ്ഞോ. ഒന്നും ആലോചിക്കണ്ട, നിനക്ക് ആംപ്ലിഫയർ എന്ന് കേൾക്കുമ്പോൾ എന്താണോ പഠിച്ചത് കാര്യം ഓർമ്മ വരുന്നത് അത് പറയും. പെട്ടെന്ന് സമയം കളയുന്നേ. What is an amplifier, Vishnu? ആദിൽ? വാട്ട് ഈസ് എൻ ആംപ്ലിഫയർ? എന്താ ആംപ്ലിഫയറിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നത്? അത് ചെറിയ സിഗ്നൽ കൊടുത്താൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എല്ലാം കൂട്ടാൻ പറ്റില്ലേ? അതായത് ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ എ വീക്ക് സിഗ്നൽ അല്ലേ? മെയിൻലി അത് ആംപ്ലിറ്റ്യൂഡ് വൈസ് ആണ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. ആ കാര്യം നിങ്ങൾക്ക് അറിയാം. പിന്നെ ആംപ്ലിഫയറിനെ കുറിച്ച് വേറെന്താ അറിയാവുന്നത്? നിങ്ങൾ എത്ര പഠിച്ചു എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഓർത്തിരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വേറെന്താ അതിൽ ആംപ്ലിഫയറിന്റെ കേസിൽ? വീക്ക് സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യും, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേറെന്താ അതിനെപ്പറ്റി ഓർക്കുന്നത്? ആരെങ്കിലും പറഞ്ഞോ? ഇനി അതിൽ തന്നെ പറയണം. പറഞ്ഞോ, അതിൽ പറഞ്ഞോ. അല്ലല്ല, അത്ര ഓർമ്മയില്ല. റെക്ടിഫയർ ആംപ്ലിഫയർ കേട്ടിട്ടുണ്ട്. റെക്ടിഫയർ വേറൊരു കൺസെപ്റ്റ്. ആംപ്ലിഫയർ നമ്മുടെ വീക്ക് സിഗ്നൽ, ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ എ വീക്ക് സിഗ്നൽ. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിലൊക്കെ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വോയിസിനെ ആംപ്ലിഫൈ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്ക് വോയിസ് കുറച്ചുകൂടെ സൗണ്ട് കൂട്ടി കേൾക്കുന്നൊക്കെ എന്താ, അവിടെ നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ സാധാരണ മൈക്ക് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിലൊക്കെ എന്താ ആംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കും. ഞാനതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. എല്ലാം ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ ഇത് നിങ്ങൾ ഫെമിലറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നതെല്ലാം. അതേപോലെ നിങ്ങൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ പഠിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ഇയറിൽ? RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് പഠിച്ചിട്ടുണ്ടോ കുട്ടികളെ? കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ബേസിക് ഇലക്ട്രോണിക്സിലെ RC കപ്പിൾഡ് ആംപ്ലിഫയർ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ആക്ച്വലി ഫസ്റ്റ് പഠിക്കാനുള്ളത് അത് തന്നെയാണ്, RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാകും. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ BJT amplifiers, that is amplifiers using bipolar junction transistor. So as already said, an amplifier is a circuit which strengthen the signal. Okay, so if you are apply a weak signal at the input, at the output we can get an amplified version or strengthened signal. That is, for example, voltage amplifier ആണെങ്കിൽ low voltage signal ആണ് input ആയിട്ട് കൊടുത്തെങ്കിൽ you can get a high voltage signal at the output. So an amplifier circuit is one which strengthen the signal simply. Okay, also a transistor is the main component in the amplifier. In order to work a transistor as an amplifier, it should be operate in active region. നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്സ് ഇതാണ്. ഓക്കെ, a transistor must be operated in active region to work as an amplifier. Active region or linear region എന്ന് പറയാം. Okay, that is input junction should be forward biased and output junction should be reverse biased. In that mode we can say it is in active mode or linear mode of operation. In that region the amplifier, a transistor can work as an amplifier. ആ ഒരു പോയിന്റ് ഓർക്കണം. ദെൻ DC ലോഡ് ലൈൻ, നമ്മൾ DC ലോഡ് ലൈനിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ഓർഡർ ടു work as a transistor we have to set the operating point at the middle of the load line. ആ ഒരു പോയിന്റ് ഓർക്കാം.
the operating point should be at the middle of the load line. That is, we are setting operating point at the middle of the load line in order to work a transistor as an amplifier. That is, നമ്മൾ നേരത്തെ കുറെ ബയാസിംഗ് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടല്ലേ, ഫിക്സഡ് ബയാസിംഗ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്, എമിറ്റർ ടു കളക്ടർ ബയാസിംഗ്. സോ ആ ബയാസിംഗ് ടെക്നിക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യണം. അതായത് നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി VCEQ, ICQ. സോ നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്ന രീതിയിൽ വി ഹാവ് ടു ഡിസൈൻ അവർ കമ്പോണൻസ് അല്ലെ. നേരത്തെ പറഞ്ഞ സർക്യൂട്ടിൽ നമുക്ക് റിക്വേർഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, യു ഹാവ് ടു ഡിസൈൻ ദ components. That is, biasing circuit you have to design such that in order to obtain this required operating point. Okay, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം VCE, എത്രയായിരിക്കണം ICE. കറസ്പോണ്ടിംഗ്ലി നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ R1, R2 അതുപോലുള്ള റെസിസ്റ്റേഴ്സ് ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫിക്സ് അവർ ഓപ്പറേറ്റിംഗ് പോയിന്റ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ലോഡ് ലൈൻ. സോ ഇൻ ദ മിഡിൽ ഓഫ് ദ ലോഡ് ലൈൻ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. അത് നിങ്ങളൊന്ന് ഒരു കാര്യം കൂടെ ഓർത്ത്, ഞാനത് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്താൽ നമ്മുടെ സിഗ്നൽ കട്ടായി പോകുന്നൊരു കേസും കൂടെ ഒരു സ്ലൈഡിൽ എക്സാമ്പിൾ കാണിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താ കറക്റ്റ് ആയിട്ട് ഈ മിഡിലിൽ തന്നെ എന്താണ് ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യണം എന്ന് പറയുന്നത്. അത് സാച്ചുറേറ്റഡ് റീജിയനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പായി പോകും. അതേപോലെ കട്ട് ഓഫിൽ പോയാൽ സം പാർട്ട് ഓഫ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മേ ബി ക്ലിപ്പ് ഓഫ്. സോ ഇൻ ഓർഡർ ടു വർക്ക് a transistor to work as an amplifier, it should be in active region and operating point should be at the center of the load line. Okay, and how the amplification process takes place? Simply we can say our collector current is given by beta into IB. Okay, so a small increase in base current. So we are applying our input signal to the base, and if there is any variation in the base current, that will reflect in the output. That's also beta times. Beta and the value, as I already said, beta will be in between 50 to 150. Okay, so if there is any small change in collector current, it will result in a large change in, a small change in base current, it will result in large increase in collector current. That is, base current increase ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, collector current beta times increase ചെയ്യും. Base current നെഗറ്റീവ് ഡയറക്ഷൻ, ഇതേപോലെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ base current അത്രയും തന്നെ ഡിക്രീസ് ചെയ്യും. Okay, all over we can say, if I am applying into an amplifier circuit at the input, if I am applying a sinusoidal signal like this, weak signal, at the output I will get the amplified version of the input signal. Okay, simply this is the amplification process. One more thing, ഇവിടെ ചിലപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇൻ ഫേസ് ആയിട്ടാണ് വരച്ചത്. ഡിപ്പെൻഡിങ് അപ്പോൺ അവർ കോൺഫിഗറേഷൻ ദിസ് മേ ബി ഔട്ട് ഓഫ് ഫേസ്, ചിലപ്പോൾ തിരിച്ചാവാം. ഓക്കെ, അത് നമുക്ക് പറയാം ഏത് കേസിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, സിംപ്ലി അപ്പോൾ നമ്മുടെ സിഗ്നലിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ സ്ട്രെങ്തൻ ദ സിഗ്നൽ. Okay, then main parameter of amplifier is gain. Okay, gain, simply gain is equal to output by input. Okay, so usually for the BJT amplifier we are calculating voltage gain. Okay, so voltage gain is equal to output voltage by input voltage. So this is the voltage gain. What it means, for example, if my input voltage is, total amplitude is 1 volt peak to peak, and I got output as 10 volt peak to peak, then I can say voltage gain is 10 by 1, that is 10. Okay, so voltage gain is 10. Or otherwise I can say my input is multiplied with this gain and I got the output. Okay, so നമ്മുടെ input into gain, that will be output, or we can say the ratio of output by input will give the gain. The voltage gain ആവാം, current gain ആവാം, power gain ആവാം, depending upon your amplifier. Mostly BJT amplifiers we are dealing with the voltage gain. Okay, so നമ്മുടെ ഒരു ആംപ്ലിഫയറിന്റെ പെർഫോമൻസ് എപ്പോഴും മെഷർ ചെയ്യുന്നത് മെയിൻലി one is the main parameter is gain, that is output by input. Mostly voltage ആണ് BJT amplifiers കേസിൽ, അതാണ് V out by V നിന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ ഫെമിലറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ എത്രയാണ് ആംപ്ലിഫയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. നെക്സ്റ്റ്, ബിഫോർ ഗോയിങ് ടു RC കപ്പിൾഡ് ആംപ്ലിഫയർ, നമുക്ക് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് ഫസ്റ്റ് ടോപ്പിക് വരുന്നത് നിങ്ങളുടെ സിലബസിൽ. ബിഫോർ ദാറ്റ് അതിന് ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയേഴ്സ് പറയുന്നുണ്ട്. അത് കൂടുതലൊന്നും ഇല്ല, ജസ്റ്റ് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്താൽ മതി. ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ അത് പറഞ്ഞു പോവാം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഡിഫറെന്റ് parameters we can classify amplifiers. Based on number of stages we can have
single stage amplifier and multi-stage amplifier. അത് ഇത്രയേ ഉള്ളൂ. In a single stage amplifier, there will be single transistor circuit. Okay. In multi-stage amplifier, we have multiple transistor circuit. That is, here we will be having one amplifier and output of first amplifier is given to input of second amplifier like this. Multi-stage amplifiers will be there. Okay. അതായത് സെയിം സർക്യൂട്ട്സ് ആയിരിക്കും, ബട്ട് ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് കൊടുത്തു ഒരു ആംപ്ലിഫയറിന്, ദെൻ അതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നെക്സ്റ്റ് ആംപ്ലിഫയറിന്, ഇങ്ങനെ പോകും. ഓക്കെ. ഇത് നമ്മൾ നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂളിൽ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അന്നേരം ഗെയിൻ ഒക്കെ എന്താ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് അന്നേരം പഠിക്കാം. അപ്പോൾ സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കുക, ദർ ഇസ് സിംഗിൾ സ്റ്റേജ് ആൻഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ബേസ്ഡ് ഓൺ ദ number of stages. Then based on output, we have voltage amplifiers and power amplifiers. Okay. So that amplifier circuit that increases the voltage level of the input signal, it is called a voltage amplifier. Okay. If the amplifier increases the power level of the input signal, it is power amplifiers. Okay. Here power amplifiers also, നിങ്ങൾക്ക് power amplifiers ലാസ്റ്റ് മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ജസ്റ്റ് ആ നെയിം മാത്രം ഒന്ന് ഓർക്കുക. Based on number of stages, we can have single stage and multi-stage. Based on output, we have voltage amplifiers or power amplifier. That means in voltage amplifier, we are it increases the voltage level of the input signal. Power amplifier, it increases the power level of input signal. Okay. Then next classification is based on input signal. Based on input signal, here actually it was based on output signal, voltage and power amplifier. Here based on input signal, we have small signal amplifiers and large signal amplifiers. When the input signal is so weak so as to produce small fluctuations in the collector current compared to its quiescent value, the amplifier is known as small signal amplifier. Okay. When the fluctuations in collector current are large beyond linear portion of the characteristics, amplifier is known as large signal amplifier. So the strength വെച്ചിട്ടാണ്, signal strength small ആണെങ്കിൽ it will be small signal amplifier. If it is large, that will be large signal amplifiers. Okay. Then based on frequency range, that is, നമ്മൾ ഒരു പെർട്ടിക്കുലർ ആംപ്ലിഫയർ നിങ്ങൾ ഡിസൈൻ ചെയ്താൽ അതിന് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ ഹാവ് ഓഡിയോ ആംപ്ലിഫയേഴ്സ്, അതായത് സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ക്യാൻ ആംപ്ലിഫൈ audio frequency range only, that is 20 hertz to 20 kilohertz. This is our audio frequency range. So using audio amplifiers, you can amplify the signals with a frequency in this range. Okay. So ഇതിനെക്കാട്ടും കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിയോ ആംപ്ലിഫയേഴ്സിന് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ ആംപ്ലിഫയറിനും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ്, ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ക്ലാസിഫൈ ഓഡിയോ ആംപ്ലിഫയേഴ്സ് ആൻഡ് പവർ ആംപ്ലിഫയർ. ഓക്കെ. So high frequency range signals in amplifier we are calling as power amplifiers. Low frequency ആണെങ്കിൽ that is audio amplifiers. Low frequency means almost എപ്പോഴും ഈ ഒരു ഓഡിയോ റേഞ്ചിലായിരിക്കും, അതുകൊണ്ടാണ് ഓഡിയോ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. Okay. Then based on biasing conditions, we can have class A amplifier, class B, class C, class AB. Actually ഇതെല്ലാം പവർ ആംപ്ലിഫയേഴ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ലാസ്റ്റ് മോഡ്യൂളിൽ ഇതൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ബേസ്ഡ് ഓൺ ബയാസിങ് കണ്ടീഷൻസ് ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് മാത്രം ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് എ ബി, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണെന്നും അനാലിസിസും ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് പേര് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ. ദെൻ ബേസ്ഡ് ഓൺ കപ്ലിംഗ് മെത്തേഡ്. കപ്ലിംഗ് യൂഷ്വലി ഇൻ എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, ആദ്യം പറഞ്ഞല്ലോ, വി ഹാവ് സിംഗിൾ സ്റ്റേജ് ഓർ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആർ ദെയർ. So in a multi-stage amplifier, in order to connect one amplifier to second amplifier, okay, we can have different coupling methods. If I am connecting directly, that is output of first amplifier to input of second amplifier, if I am connecting directly, it is called a direct coupled amplifier. Okay. And if I am using a transformer, that is here I am using a transformer to couple output of first amplifier to second one, it is called transformer coupled amplifier. Okay. And if I am using resistor and capacitor, that is an RC network, to couple an output from one first amplifier to input of the second amplifier, it is called RC coupled amplifier. So based on the coupling method, that is used always in multi-stage amplifiers. So one amplifier to second amplifier, നിങ്ങൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത്, കപ്പിൾ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദാറ്റ് കപ്ലിംഗ് മെത്തേഡ് യു ക്യാൻ ഹാവ് RC coupled amplifier, transformer coupled amplifier, direct coupled amplifier. RC coupled മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ.
സോ നിങ്ങൾ അത് എന്താണെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കും. Okay, and based on transistor configurations, that is if we are using amplifier in transistor in common emitter mode or common base mode or common collector, we have 3 configurations are there. Configuration details ഒക്കെ നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് based on that we can have CE amplifier, CB amplifier and CC amplifier. Okay, so ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിൽ, കാരണം ഇതിൽ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഒരു ആംപ്ലിഫയർ എടുക്കുന്ന സമയത്ത് ഇതിൽ പല പല ക്ലാസിഫിക്കേഷൻ വരുന്ന ഫാക്ടേഴ്സ് ഒരുമിച്ചിട്ടായിരിക്കും ഒരു ആംപ്ലിഫയർ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി മാത്രം ക്ലാസിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് നോക്കുക. നൗ our first topic is RC coupled amplifier. Okay, also it is in common emitter configuration. We are using in common emitter configuration. Okay, so നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ based on configuration we can have common emitter, common base or common collector are there. Here in your syllabus you have to study RC coupled amplifier in common emitter configuration. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ക്ലാസിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. കോമൺ എമിറ്റർ, കോമൺ ബേസ്, നമ്മുടെ ബയാസിംഗ് കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ, അതുപോലെ ഡിഫറെന്റ് മോഡ്സ് ഉണ്ടായിരുന്നു അല്ലെ. അതിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വി ആർ യൂസിങ്. അതേപോലെ ഇഫ് യു ആർ യൂസിങ് ദിസ് ആംപ്ലിഫയർ ഇൻ എ മൾട്ടി സ്റ്റേജ് application, we are using RC coupling. Okay, so it is RC coupled amplifier, and here we are dealing with the voltage, that is it is a voltage amplifier. Okay, so നമുക്ക് പല കാറ്റഗറിയിലും ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാം. So first RC coupled amplifier, you can take the circuit diagram of this RC coupled amplifier. Okay, one more thing I can show, a load resistor RL. Okay, idum kuda varachu. So first of all, coming to the circuit diagram of RC coupled amplifier, we have an NPN transistor. Okay, NPN transistor, that is base, collector and emitter terminals are there. Okay, and here we are using voltage divider biasing technique. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ, R1, R2, RC, RE. Okay, so using this resistor we are using voltage divider biasing technique. Okay, so we have R1 and R2 are mainly that potential dividers resistors, that is biasing resistors, and RC is the collector resistance connected between collector terminal and VCC, and we have a resistor RE at the emitter terminal which is connected between emitter and ground. Okay, and this potential divider network R1 and R2, R1 between VCC and base, R2 between base and ground. Okay, so these are the resistors connected to the transistor, and we can have 3 capacitors here. You can see here CC1, this is നിങ്ങൾ C in C out എന്ന് ഇവിടെ ഉള്ളത്, ഇത് CC1 എന്ന് മാർക്ക് ചെയ്തു കേട്ടോ. CC1, this is CC2. Okay, so we have 2 coupling capacitors. This CC1 and CC2 are called coupling capacitors. എന്തുകൊണ്ടാന്നൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് അടുത്ത സ്ലൈഡിൽ പറയാം. ഇപ്പൊ നിങ്ങൾ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കാം. CC1 and CC2 are called coupling capacitor, and this CE, capital ആയിക്കോട്ടെ, CE is called bypass capacitor. ആ നെയിംസ് ഒന്ന് നോട്ട് ചെയ്യണേ. C1 and C2 are called coupling capacitor. എല്ലാത്തിന്റെയും ഫംഗ്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. CC1 and CC2 are called coupling capacitor. CE is called bypass capacitor, which is connected in parallel to the emitter resistance RE. Then we have R1 and R2 biasing resistors, then RC collector resistance and RE emitter resistance. Okay, now then this transistor is connected in common emitter configuration. Actually most commonly use ചെയ്യുന്ന ഒരു configuration ആണ് common emitter, because അതിന്റെ voltage gain, current gain ഒക്കെ നമുക്കൊരു moderate level, ഒരു high, almost high value of gain can be obtained using this configuration. So you are using common emitter configuration. അത് നിങ്ങൾ നോക്കുക, common emitter configuration ആണ് emitter is grounded. Okay, emitter is grounded and we are applying input between this base and emitter. Okay, and we are taking output between this collector and emitter. So that is why we are calling it as common emitter configuration, or we can say grounded emitter configuration. Okay, that is emitter terminal is grounded. So grounded emitter configuration or common emitter configuration. And now why we are calling it as RC coupled amplifier? That's നമ്മൾ പറഞ്ഞു, based on coupling technique we can have RC coupled, transformer coupled or direct coupled amplifiers are there. Here we are coupling our output, that is
actually our output is obtained at the collector terminal. Okay, this is coupled, this is our load resistance RL. So I am coupling this output through this R and C network. Okay, so that is why it is called RC coupled amplifier. Here ഇവിടെ നമ്മൾ സിംഗിൾ സ്റ്റേജ് മാത്രം ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. So single stage amplifier ഏതാണ്ടാണ് ഈ ഔട്ട്പുട്ട് എന്താ, we are giving it to the load resistor RL. If we have multi stage amplifier എന്താണ്, ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് ആയിരിക്കില്ല. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ദിസ് ഔട്ട്പുട്ട് ഇസ് കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് സ്റ്റേജ്. ദാറ്റ് ഈസ് ഹിയർ വി വിൽ ബി ഹാവിംഗ്, നമുക്ക് ഇതേപോലത്തെ ഒരു കണക്ഷൻ ഉണ്ടാവും. ഈ ഔട്ട്പുട്ട് എന്താണ്, നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ CC2 അടുത്ത കപ്പാസിറ്റർ ആംപ്ലിഫയറിന്റെ CC1 കൊടുത്ത് ഇങ്ങനെ ബേസിലോട്ട് അപ്ലൈ ചെയ്യുക ചെയ്യാം. ഓക്കെ, സോ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണെങ്കിൽ ഈ ലോഡ് റെസിസ്റ്റർ ഉണ്ടാവില്ല. ദിസ് ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് സ്റ്റേജ് ആംപ്ലിഫയർ. Okay, so this output is coupled using this RC network, R and C. Okay, here exactly we can say RC and CC2 are the coupling network. So it is called RC coupled amplifier. Okay, so output is coupled through this resistor and capacitor network. So it is called as RC coupled amplifier. Okay, so this is about the circuit diagram and connections. Now നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിന് ആദ്യം ഫെമിലറൈസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദീസ് അസോസിയേറ്റഡ് കമ്പോണൻസ്. ഓക്കെ, സോ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദി ഫങ്ഷൻസ് ഓഫ് അതർ അസോസിയേറ്റഡ് കമ്പോണൻസ്, ദാറ്റ് ഈസ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റർ. ആ കമ്പോണൻസിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. സോ സർക്യൂട്ട് കമ്പോണൻസ് ആൻഡ് ഫങ്ഷൻസ്. So first I am considering the resistors R1, R2, RC and RE. We have 4 resistors R1, R2, RC and RE. Actually, this form the voltage divider bias circuit to operate the transistor in the active region. So in order to maintain the transistor in active region, or we can say in order to stabilize our Q point, that is Q point at the center of the load line. Okay, so in order to operate our transistor in active region and in order to stabilize our Q point to the center of the load line, we are using this voltage divided biasing. So that voltage divided biasing circuit ആണ് ഏത്, R1, R2, RC, RE ഇതെല്ലാം കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് നിങ്ങൾ ഓൾറെഡി ഫെമിലറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സർക്യൂട്ടിൽ നിങ്ങൾ ഓർക്കോ ട്രാൻസിസ്റ്ററിന് നമുക്ക് വി ഹാവ് R1, R2, RC and RE അല്ലെ, അത്രയും കമ്പോണൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അനാലിസിസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സോ ദിസ് റെസിസ്റ്റർ നെറ്റ്വർക്ക്, റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഫോംസ് ദ വോൾട്ടേജ് ബയാസ് സർക്യൂട്ട് to operate the transistor in the active region, or we can say in order to fix the Q point at the center of the load line. Okay, so that is the function of these resistors. Here while considering each resistor, we can say collector resistance RC. RC limit the collector current. Okay, RC limit the collector current. And emitter resistance help in stabilizing the value of IC, that is RE. RE give the stabilization. So നമ്മുടെ ബയാസിംഗ് പറയുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സെൽഫ് ബയാസ് RE ഉള്ളത് കൊണ്ട് സെൽഫ് ബയാസിംഗ് എന്ന് പറയാം. സോ ഇറ്റ് സ്റ്റെബിലൈസസ് ദ വാല്യൂ ഓഫ് കറണ്ട് IC. ഓക്കെ, ദാറ്റ്സ് ദ Q പോയിന്റ്. ഐസിന്റെ വാല്യൂ സ്റ്റെബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ Q പോയിന്റ് സ്റ്റെബിലൈസേഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, ദെൻ R1 and R2 form the voltage divider network to set up a constant voltage at the base. അല്ലെ, വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിന്റെ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ട് ദിസ് R1 and R2 സെറ്റ് എ വോൾട്ടേജ് VB, അല്ലെ, എ കോൺസ്റ്റന്റ് വോൾട്ടേജ് VB at the base terminal. So R1 and R2 act as the voltage divider network to set up a fixed voltage at the base. Okay, this voltage divider biasing provide good stabilization independent of beta. അതും വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിന്റെ ഫീച്ചർ ആണ്. So actually this resistors R1, R2, RC and RE are used to fix the operating point, or in order to bias the circuit transistor to operate in active region, or to stabilize the Q point to the middle of the load line, we are using this resistive network. Okay, so together this R1, R2, RC and RE fix the operating point. Okay, that is our variations against it. In order to fix the operating point, we are using this voltage divider network biasing technique. Okay, so that is the function of resistors. Now coming to the capacitors, we have coupling capacitors and bypass capacitors are there.
In the case of coupling capacitor, that is CC1 and CC2, generally we can say a capacitor capacitive reactance, for a capacitor, the impedance or capacitive reactance is given by 1 by 2 pi Fc. Okay, or we can say reactance, capacitive reactance or impedance is inversely proportional to frequency. Okay, when F equal to 0 or F tends to 0, we can say capacitive reactance tends to infinity. Okay, the F tends to 0 എന്ന് പറഞ്ഞാൽ actually correspond to DC signals. അല്ലെ, DC സിഗ്നൽസിന്റെ കേസിലാണ് നമ്മുടെ frequency 0 means it will be a DC signal. Okay, so for DC signal, capacitor any capacitor offers high impedance. Okay, so we can say, generally we can say a capacitor blocks DC signal. Blocks DC signal means that the reactance in ഒരു capacitor high frequency ആണെങ്കിൽ അതിന്റെ impedance infinity എന്ന് പറഞ്ഞാൽ actually it acts as an open circuit. Okay, so open circuit means നമ്മുടെ ഒരു DC signal ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്, capacitor across DC signal അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്, it will offers high resistance, okay, or high reactance to this low frequency signal. That means it acts as an open circuit, or we can say capacitor blocks DC. അതായത് ഒരു DC വോൾട്ടേജിന് എന്ത് ചെയ്യില്ല, കപ്പാസിറ്റർ പാസ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ പാസ് AC സിഗ്നൽസ്. എന്ന് വെച്ചാൽ എന്താണ്, ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഡിക്രീസസ്. ഓക്കെ, ആസ് എ റിസൾട്ട് എന്താണ്, ഫ്രീക്വൻസി ഇൻക്രീസിന് കറസ്പോണ്ടിങ് ആയിട്ട് AC സിഗ്നൽസിന് കപ്പാസിറ്റർ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ AC സിഗ്നലിനെ പാസ് ചെയ്യും, DC സിഗ്നലിന് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് ഓർത്തോ നിങ്ങൾ. ഇവിടെ കപ്പാസിറ്റർ വന്നാലും because of this reason we can say generally a capacitor blocks DC and pass AC signals through it. Okay, so actually this coupling capacitors are used to block the DC components. So capacitor എന്താണ്, DC നെ ബ്ലോക്ക് ചെയ്യും, it will pass AC signals. So we are using these coupling capacitors to block the DC component. So CC1 is connected at the input terminal. You can see the connection. CC1 is connected to the input terminal, and here we are applying the input signal. For example, sinusoidal ആണെങ്കിൽ input signal is applying here. Okay, so അവിടെ CC1 യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ബിഫോർ അപ്ലൈയിങ് ദിസ് ഇൻപുട്ട് സിഗ്നൽ വി ആർ സെറ്റിംഗ് അവർ ക്യൂ പോയിന്റ് ടു എ പ്രീഡിഫൈൻഡ് വാല്യൂ യൂസിങ് ദിസ് ബയാസിംഗ് നെറ്റ്വർക്ക്. Okay, using this voltage divider network, we are fixing our Q point to the center of the load line. Okay, and after that we are applying this input signal. So ഈ input signal apply ചെയ്യുന്നതിൽ if there is any DC level, that is ഇവിടെ നമ്മുടെ ഈ ഒരു സിഗ്നൽ DC ലെവൽ ഉണ്ടെങ്കിൽ ആക്ച്വലി ദിസ് സിഗ്നൽ ചിലപ്പോൾ കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ദാറ്റ് ഈസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ DC അല്ലെങ്കിൽ നമുക്ക് പറയാം, നിങ്ങൾ ആ ക്ലാമ്പിങ്ങിന്റെ ഔട്ട്പുട്ട് ഒന്ന് വെച്ചാൽ DC ലെവൽ ഉണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ DC ലെവൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സിഗ്നൽ ഇതുപോലെയൊക്കെ വരാം. ഓക്കെ, സോ ഇൻപുട്ടിൽ എന്തെങ്കിലും ഒരു DC സിഗ്നൽ പ്രസന്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു വോൾട്ടേജ് VB എന്ന് പറഞ്ഞൊരു DC വോൾട്ടേജ് ഒക്കെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇഫ് ദർ എനി DC signal at the input, this voltage will changes. Accordingly എന്താണ്, our Q point may varies. Okay, അപ്പോൾ input signal if there is any DC component in the input signal, it may change our DC biasing conditions. DC biasing conditions എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വെച്ചിട്ട് we have set a operating point, അല്ലെ, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. So if there any DC component in the input signal, the operating point may change. Okay, so operating point change ചെയ്ത് എന്തായി പോകും, this may not be work as a good amplifier. Okay, so നമ്മുടെ positive or negative half may clipped off. So in order to avoid that, we have to block any DC component present in the input signal. So that CC1 is used to block the DC component present in the input signal. For example, if my input signal is like this, actually this sinusoidal signal having a DC value, without DC our sinusoidal signal will be like this, that is here reference voltage is 0, that is DC level is 0. Okay, this is my input signal actually, but in here we have a DC value, that is plus ഇതിനകത്തേക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് ഇതാണ് അതിന്റെ റെഫറൻസ് ലെവൽ വരുന്നത്. അപ്പൊ ഇത് V ആണെങ്കിൽ we have a DC component here. So ഈ DC component ഉണ്ടായ എന്തായി പോകും, our DC biasing condition may get altered. അതായത് നമ്മുടെ Q point
ചേഞ്ച് ചെയ്ത് പോകും. ക്യൂ പോയിന്റ് ചേഞ്ച് ചെയ്താൽ എന്താവും? ഒബ്വിയസ്ലി നമ്മുടെ ആംപ്ലിഫിക്കേഷനെ എഫക്ട് ചെയ്യും. ഓക്കെ, so in order to remove this DC component present in the input signal, we are using the coupling capacitor CC1 at the input. Okay, and next CC2. It is used to couple the amplified output to the load or to the next stage, that is to output to load resistor RL to or multi-stage amplifier to the next stage. Okay, there also if there any DC component is present, we have to remove that. So we are using CC2 at the output. Okay, so simply we are using this coupling capacitor CC1 and CC2 in order to block the DC component present. So DC component present ആയാൽ എന്താ പ്രശ്നം? Our biasing conditions may vary. That is നമ്മുടെ operating point ഒക്കെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. Because DC biasing വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? We are fixing a voltage VCE and ICQ are fixing using this DC biasing conditions. So if there any DC signal present at the input signal, it may alter the DC biasing conditions. So in order to make it constant, we have to avoid this DC component from the input signal. So we are using the coupling capacitors. Okay, so function of coupling capacitor is to block the DC signal. That is CC1 blocks the DC signal from the input signal and CC2 blocks any DC signal present in the output signal. Okay, now another capacitor is there, bypass capacitor CE. Okay, CE. Okay, ഇതുപോലെ represent എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണേ, CE. Okay, bypass capacitor CE is there. Actually we are connecting CE in parallel to our emitter resistance RE. Okay, it is actually to bypass AC signal. That is, if there any AC signal, that is our connection is like this. Okay, we have RE, CE. So here, if there any AC signal came to this point, we have to bypass it through the capacitor. Okay, so AC signal bypass ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യാനാണ് we are using this bypass capacitor. അതിന്റെ നീഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ്, ഓക്കെ, ഇപ്പൊ നമ്മുടെ ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലാന്ന് വെച്ചോ, ഇങ്ങനെ മാത്രമാണ് അവർ സർക്യൂട്ട് എങ്കിൽ, ഇഫ് ദർ എനി AC signal present, there will be a voltage drop corresponding to that at this resistor. Okay, so if there is any voltage drop across RE, നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് നോക്കുക. If there any voltage drop across this resistance RE, okay, so it will affect the input side of the transistor, അല്ലേ? Because there will be a negative feedback to input. Okay, because നമ്മുടെ ഇൻപുട്ട് ലൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് RE എന്ന് പറയുന്നത്, അല്ലേ? It is included at the input loop. So we can say if there is any voltage drop across RE, it will act as a negative feedback to the input. Okay, അങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്ന എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ our gain will get reduces. Okay, അപ്പൊ AC സിഗ്നലിന്റെ ഒരു പാർട്ട്, if it is appearing to this terminal, emitter terminal, if this capacitor is not present, it will act as a negative feedback. That is, ഇതിന്റെ എഫക്ട് എങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായാൽ that will affect the input side. Okay, so it will act as a feedback. Feedback എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, feedback എന്ന് പറഞ്ഞാൽ part of the output given to the input. Okay, that is the feedback. So feedback എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിന്റെ ഒരു പാർട്ട് എന്താ, ഇൻപുട്ടിലേക്ക് വരുവാണ്. That to negative feedback. Okay, അത് ഓർക്കണം, that will be negative feedback. This നിങ്ങൾ ഫീഡ്ബാക്കിന്റെ കേസൊക്കെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ഓർത്തോ. ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, അവർ വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസസ്. അത് എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് നെക്സ്റ്റ് അടുത്തടുത്ത മോഡ്യൂളുകളായിട്ട് വരുന്നുണ്ട്, ഫീഡ്ബാക്കിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പം നിങ്ങൾ ഇത്രയും ഓർക്കുക, ഇറ്റ് വിൽ ആക്ട് ആസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് വിൽ റെഡ്യൂസസ് ദ ഗെയിൻ. Okay, so negative feedback causes decrease in gain. So if C is not present, our gain will decreases. So in order to make a increment in voltage gain, or in order to obtain a desired voltage gain, we have to connect a bypass capacitor CE in parallel with the RE. Okay, so this bypass capacitor passes AC signal. Bypasses എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി RE കൂടെ പോകേണ്ടതായിരുന്നു, we are bypassing it to this path. Okay, so that is called as bypass capacitor. Okay, so this will reduce AC voltage across the RE to 0, making negative feedback negligible. Okay, so negative feedback will be negligible. One more thing, ഇവിടെ എന്താണ്, അങ്ങനെ bypass ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്,
the capacitive reactance should be less than this resistance value. അല്ലെ, ഈ പോയിന്റിൽ ഒരു വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ബൈപ്പാസ് ചെയ്യണമെങ്കിൽ എന്താണ്, this should be low resistive path. So we have to choose our bypass capacitor value such that the reactance offered by this capacitor is less than this resistance value Re. Okay, അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർക്കണം. The resistance value compared to this resistance value, this capacitive reactance should be small. Then only this current will bypasses through this path. Okay, so these are the circuit components in an RC coupled amplifier. Okay, so time ആയല്ലോ, നമുക്ക് ഓപ്പറേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, we have R1, R2, RC and RE which is used for biasing the transistor. That is, we are using voltage divider biasing technique here. So in order to fix our Q point to the middle of the load line, okay, or in order to operate the transistor in active region, we are using this biasing. So all these resistors act as all these resistors contribute to the voltage divider biasing circuit. Okay, and we have 3 capacitors, that is CC1 and CC2, that are coupling capacitors. In order to block the DC components, we are using coupling capacitor. Okay, DC components present ആണെങ്കിൽ what will happen? It will affect our DC biasing conditions, or it will shift the Q point. So in order to avoid that, in order to block the DC components, we are using coupling capacitor. And in order to avoid the negative feedback, we are using bypass capacitor CE. Okay, so CE bypasses the AC signal. Okay, part of the AC signal. If there any AC signal come to this point, this CE will bypasses it to ground. Okay, for that, capacitive reactance should be less than this resistance value. Okay, so these are the components and the functions of an RC coupled amplifier. Okay, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ വർക്കിംഗ് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ?